മഴക്കെടുതിയിൽ 18 പേരുടെ ജീവൻ പൊലിഞ്ഞ ഒമാനിൽ നാളെയും ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. വിദ്യാലയങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ഗവർണറേറ്റുകളിലും ഇന്റർസിറ്റി ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. രക്ഷാദൗത്യം ഇങ്ങനെ പുരോഗമിക്കുമ്പോഴും കനത്ത മഴ വീണ്ടും എത്തുന്നതിന്റെ ആശങ്കയിലാണ് ഒമാൻ. എല്ലാ ഗവർണറേറ്റുകളിലും ബുധനാഴ്ചയും ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്നാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചത്. മുസണ്ടം, അൽബുറൈമി, അൽദാഹിറ, നോർത്ത് അൽബത്തീന എന്നിവിടങ്ങളിലെല്ലാം ഇടിയോടുകൂടിയ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അൽബുറൈമി, അൽദാഹിറ, മുസണ്ടം ഗവർണറേറ്റുകളിലാകും കനത്ത മഴ ലഭിക്കുക. മുന്നറിയിപ്പുകളെ തുടർന്ന് ദോഫാർ, അൽവുസ്ത ഗവർണറേറ്റുകൾ ഒഴികെ രാജ്യത്ത് നാളെയും സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ബുദൈബി, ഷുറൈഖ പ്രദേശത്ത് കാണാതായ 4 പേരിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. അൽമുദൈമിയിൽ ഒരു കുഞ്ഞിന്റെ മൃതദേഹം കൂടി തെരച്ചിൽ സംഘം കണ്ടെത്തി. മഴക്കെടുതിയിൽ ഇതുവരെ 18 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ ഗവർണറേറ്റുകളിലും ഇന്റർസിറ്റി ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. പലയിടത്തും വാദികൾ ഇപ്പോഴും നിറഞ്ഞൊഴുകുകയാണ്. പോലീസും സിവിൽ ഡിഫൻസുമെല്ലാം രക്ഷാപ്രവർത്തനം തുടരുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് നിരവധിയിടങ്ങളിൽ വെള്ളപ്പൊക്കം തുടരുന്നതിനാൽ വീണ്ടും മഴ പെയ്താൽ സ്ഥിതി നിയന്ത്രണാതീതമാകുമോ എന്നാണ് ആശങ്ക. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.